വേനൽക്കാലമാകുമ്പോ എല്ലായിടത്തും ഉറൂസും ആണ്ട് നേർച്ചയും ചന്ദനക്കൊടവും ഒക്കെ നടക്കുക. ഈ ഔലിയാക്കന്മാരൊക്കെ അങ്ങനെ പറഞ്ഞൊത്തു മരിച്ചതുപോലെയാണ്. എന്ത് വേനൽക്കാലത്ത് മാത്രം നമ്മൾ മരിച്ചാൽ മതി. നല്ല ഉറൂസ് നടത്തുമ്പോ ആൾക്കാരൊക്കെ അവർക്ക് നല്ല കാശൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഉറൂസ് നടത്തിയാൽ മതി. എല്ലാ സ്ഥലങ്ങളിലും ആളുകളുടെ കയ്യിൽ കാശുള്ള നേരം നോക്കിയിട്ടാ ഉറൂസ്. ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുക വേനൽക്കാലത്ത് മരിച്ചാൽ മതി. റമദാൻ മാസത്തിൽ ആരും മരിച്ചിട്ടില്ല, എവിടെ ഉറൂസും ഇല്ല. അതേപോലെ തന്നെ മഴക്കാലത്ത് ഒരു ഔലിയും മരിച്ചിട്ടില്ല, അവിടെ ഉറൂസും ഇല്ല. മനസ്സിലാക്കിക്കൂടെ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ജനങ്ങളുടെ ഈമാൻ പോക്കറ്റടിക്കുന്നതിനോടൊപ്പം അവരുടെ കാലിയായ കീശയുടെ ആളുകളാക്കിയിട്ട് അവരെ മടക്കി വിടുക. ഈ തട്ടിപ്പിന് നിന്നു കൊടുക്കരുത്. ഇയാൾ പറയുന്നത് മഹാപൊട്ടത്തരല്ലേ? കാരണം മഹാന്മാരുടെ ആണ്ട് ഒന്നും തന്നെ ഈ ഇംഗ്ലീഷ് കണക്കനുസരിച്ചല്ല പറയാറുള്ളത്. ഇപ്പോൾ ജനുവരി 26 അല്ലെങ്കിൽ ഡിസംബർ 18 ഇങ്ങനെയല്ലല്ലോ മഹാന്മാരെ ആണ്ടുകൾ നടത്താറുള്ളത്. ഷവ്വാൽ 4 CM-ൻ്റെ ആണ്ട്, റബീഉൽ അവ്വൽ 12 മുത്തുനബിൻ്റെ ആണ്ട്, അതുപോലെ തന്നെ റമദാൻ 16 അലി 17 അങ്ങനെ ഓരോ ഡേറ്റ് വെച്ചിട്ടാണ് ഓരോരുത്തർ ആണ്ട് പറയാറുള്ളത്. ബദരീങ്ങളാണ്ട് റമദാനിലല്ലേ? റമദാൻ മാസം ഇപ്പോൾ വർഷക്കാലത്ത് റമദാൻ മാസം വരില്ലേ? ഇപ്പോൾ റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ വർഷക്കാലത്ത് എത്ര മയത്ത് പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അറബി മാസങ്ങൾ വർഷക്കാലത്തും വേനൽക്കാലത്തും അങ്ങോട്ട് മാറി മാറി വരും. അതിങ്ങനെ കറങ്ങി വരുന്നതാണ്. ആണ്ട് ഒരു കൊല്ലം മാത്രം നടത്താനുള്ളതല്ലേ, എല്ലാ കൊല്ലം നടത്താനുള്ളതല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇയാൾക്ക് സ്ഥലകാല ബോധം തീരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മഹാന്മാരുടെ ആണ്ടുകളൊന്നും തന്നെ എന്തല്ല, അത് വേനൽക്കാലം മാത്രം നോക്കി നടത്തുന്നതല്ല എന്നുള്ളത് തിരിയാൻ ഇയാൾക്ക് സ്ഥലകാല ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം പിന്നെ റബീഉൽ അവ്വൽ മാസം മാത്രം ആലോചിച്ചാൽ മതി. എത്ര സ്ഥലത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഇക്കുറി നമ്മൾ പരിപാടികളൊക്കെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം പിന്നെ മഴക്കാലമാണ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മഴക്കാലത്ത് റബീഉൽ അവ്വൽ സ്റ്റോപ്പ് ചെയ്തേക്കണം? ഇല്ല. മഴക്കാലമാണെങ്കിലും കുട ചൂടിയിട്ട് റാലി നടത്തും. ആണ്ട് ആ മട്ടത്തിൽ തന്നെ നടത്തും. എല്ലാം അങ്ങനെ തന്നെ. ശീലപന്തലുള്ളത് ദാർപ്പായിൻ്റെ പന്തലാവും എന്നുള്ള വേറെ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇയാൾക്ക് സ്ഥലകാലബോധം ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പ്രയോഗമാണ് എന്നല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ ഇയാൾ പറഞ്ഞപ്പോൾ എന്താ പിന്നെ വേനൽക്കാലം നോക്കിയാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരൊക്കെ വഫാത്താകുന്നത്. എല്ലാവരും കൂടി തീരുമാനിച്ചു പിന്നെ വഫാത്തായതാണ്. പിന്നെ വഫാത്താകുന്ന ഡേറ്റ് നോക്കിയിട്ട് മാത്രമല്ല അവിടെ ആണ്ട് ആഘോഷിക്കാറുള്ളത്. ഇപ്പോൾ ബദരീങ്ങളാണ്ട് എന്ന് പറച്ചിലും ചിലരൊക്കെ അങ്ങനെ തന്നെ. ആ ബദരീങ്ങളാണ്ട് നടത്തുന്നത് റമദാനിലല്ലേ? എല്ലാ ബദരീങ്ങളും അഹ്ലു ബദർ ഫുള്ളും വഫാത്തായത് പിന്നെ റമദാനില അല്ലല്ലോ. അതിന് ഒന്നാമത്തെ ആൾ മുത്തുനബി, ഒന്നാമത്തെ മുത്തുനബിൻ്റെ റമദാനിലല്ല വഫാത്തായിട്ടുള്ളത്. അപ്പോൾ വഫാത്താകുന്നത് നോക്കിയിട്ടൊന്നല്ല ആണ്ട് നടത്തുക. അതും ഈ സാധുക്കൾക്ക് അറിയില്ല. ഏതായിരുന്നാലും വഹാബികളുടെ കൂട്ടത്തിൽ ഒരു ഔലിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി. പിന്നെ അവർക്ക് പിന്നെ അതുകൊണ്ട് പ്രശ്നമില്ല. ഔലിയാക്കളുണ്ട് എന്ന് ഉറപ്പാണല്ലോ. അല ഇന്ന ഔലിയ അല്ലാഹു ലാ ഖൗഫുൻ അലൈഹിം എന്ന് പറഞ്ഞ നിൽക്ക് അള്ളാഹുവിന് ഔലിയ ഉണ്ട്, വലിയകളുണ്ട് എന്ന് ഉറപ്പാണല്ലോ. ആ വലിയകളാരും ഇവരുടെ കൂട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മരിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വേനൽക്കാലത്ത് മരിക്കുക അല്ലെങ്കിൽ വർഷക്കാലത്ത് മരിക്കുക എന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഒന്ന് ഇനി ഉണ്ടായിട്ടും ഇനി എല്ലാവരും കൂടി മരിക്കുമ്പോൾ പറഞ്ഞാവോ? നമുക്കിനിപ്പോൾ ഈ റമദാൻ മാസത്തിലോ അല്ല പിന്നെ ഈ മൗലിക പറഞ്ഞവർ നമുക്ക് റമദാൻ മാസത്തിലോ അല്ലെങ്കിൽ നല്ല വർഷക്കാലം നോക്കി മരിക്കുക. എന്നാൽ പിന്നെ നമ്മൾ ആണ്ടുകാരും കഴിക്കൂല. അതിൻ്റെ പോയത്തക്കാരും വല്ലാത്ത ജാതി.